Good morning, students. So, we financial institutions and last day we have discussed ICICI and IFCI. ICICI, which stands for Industrial Credit and Investment Corporation of India. And then the meaning, ICICI are fund provider. Next, second one, IFCI, Industrial Financial Corporation of India. That's we detail. Next, one financial institution in the discuss. That is third one, State Financial Corporation, SFC, which stands for State Financial Corporation. The State Financial Corporation was set up under the State Financial Corporation Act 1951 by respective state government for the development of small and medium enterprises. Okay, State Financial Corporations developed by the set up by the 1951 under State Financial Corporation Act. Art supervision or state governments in the under SFC. Work അതുപോലെ ആർക്കാണ് ഫണ്ട് കൊടുക്കുന്നത് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന് അല്ലെങ്കിൽ സ്മോൾ എൻ്റർപ്രൈസസ് അതുപോലെ മീഡിയം എൻ്റർപ്രൈസസിന് ബാലൻസ്ഡ് ഗ്രോത്ത് ആകാൻ വേണ്ടി അവർക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യണം SFC. ഇറ്റ് ഈസ് വർക്ക്ഡ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൻ്റെ അണ്ടറിൽ SFC ഉണ്ടായിരിക്കും. അത് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന് ഫണ്ട് പ്രൊവൈഡ് ചെയ്യാനാണ് ഫോർ ദിയർ ബാലൻസ്ഡ് ഗ്രോത്ത്. അതായത് ഓരോ എൻ്റർപ്രൈസും it's balanced growth at fund provided on SFC. Okay, then SFCs are helpful in ensuring balanced region development, higher investment, more employment generations. അതായത് ഓരോ ഓർഗനൈസേഷനിൽ ബാലൻസ്ഡ് റീജിയൻ ഡെവലപ്മെൻറ്റ് ഉണ്ടാകാനും അതുപോലെ ഹയർ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാനും എംപ്ലോയ്മെൻറ്റ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് യൂത്തിന് എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാനും വേണ്ടി അങ്ങനെ SFC ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ what are its functions? First one, നമ്മൾ നേരത്തെ പറഞ്ഞു SFC അങ്ങനെ പ്രൊവൈഡ്സ് ലോൺ മെയിൻലി അക്വിസിഷൻ ഓഫ് മീഡിയം ആൻഡ് സ്മോൾ ഇൻഡസ്ട്രീസിനാണ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യണേ. അത് മെയിൻലി ഫോർ അക്വിസിഷൻ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ്, അതായത് ലാൻഡ് ആണോ ബിൽഡിംഗ് അല്ലെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി എല്ലാം വാങ്ങാൻ വേണ്ടിയായിരിക്കും മെയിൻലി ഫണ്ട് ലോൺ പ്രൊവൈഡ് ചെയ്യണേ. ദെൻ നെക്സ്റ്റ് വൺ, SFC ഹെൽപ്പ് ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ് ടു ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്. അതായത് 3 crore ഒരു 3 crore ബിലോ 3 crore ഉള്ള ഫേംസിന് മാത്രമേ മെയിൻലി ലോൺ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അതായത് മീൻസ് ലാർജ് ഫേംസിന് അല്ലെങ്കിൽ ലാർജ് വോളിയം ഫേംസിനൊന്നും നമ്മൾ ഫണ്ട് പ്രൊവൈഡ് ചെയ്യില്ല. നമ്മൾ പറഞ്ഞു ഓൾറെഡി SFC വിച്ച് പ്രൊവൈഡ് ലോൺസ് ടു സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന്. അപ്പം 3 crore പെയ്ഡപ്പ് ക്യാപിറ്റലുള്ള എൻ്റർപ്രൈസസിന് മാത്രമേ SFC ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. Okay. Then third one, SFCs underwrite new stocks, shares, debentures, etc. of industrial unit. That means stocks അല്ലെങ്കിൽ shares, debentures എല്ലാം industrial unitൻ്റെ underwrite ചെയ്യുന്നുണ്ട് SFC. Then it provides guarantee loans raised in the capital market by scheduled banks. അതായത് ഷെഡ്യൂൾഡ് ബാങ്ക്സിന് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കൺസേൺസിന് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സിനെല്ലാം ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ കൊടുക്കുന്ന ഗ്യാരണ്ടി 20 വർഷത്തിനുള്ളിൽ അടച്ചു തീർത്താൽ മതി. അതായത് SFC ഷെഡ്യൂൾഡ് ബാങ്ക്സിനും ഇൻഡസ്ട്രിയൽ കൺസേൺസിനും അതുപോലെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സിനൊക്കെ ഗ്യാരണ്ടി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഗ്യാരണ്ടി ആയിട്ട് നിൽക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഈ പറഞ്ഞ ബാങ്ക്സ് എല്ലാം വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യും. ഈ ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്ന എത്ര എമൗണ്ടിലെ ഗ്യാരണ്ടി കൊടുക്കുന്നതെന്നുള്ളത് 20 yearsനുള്ളിൽ തിരിച്ചടച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ SFC പറഞ്ഞ. SFC എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ മീഡിയം അല്ലെങ്കിൽ സ്മോൾ എൻ്റർപ്രൈസസിന് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് കൊടുക്കുന്നതാണ് SFC. ഓക്കെ, ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഫങ്ഷൻ എന്തായിരുന്നു? പ്രൊവൈഡ് ലോൺ ഫോർ മെയിൻലി അക്വയറിങ് ഫിക്സ്ഡ് അസറ്റ്സ്. ദെൻ പെയ്ഡ് ക്യാപിറ്റൽ 3 crore കമ്പനികൾക്കായിരിക്കും നമ്മൾ ഫണ്ട് പ്രൊവൈഡ് ചെയ്യാം. ഇതുപോലെ ന്യൂ സ്റ്റോക്സ്, ഷെയർസ്, ഡിബഞ്ചേഴ്സ് എല്ലാം അണ്ടർറൈറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. SFC ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡിഫറെൻറ്റ് ബാങ്ക്സിനും ഇൻഡസ്ട്രിയൽ കൺസേൺസിനും എക്സെട്ര. ആൻഡ് ഈ കൊടുക്കുന്ന ഗ്യാരണ്ടിയുടെ within 20 yearsനുള്ളിൽ അടച്ചു തീർത്താൽ മതി. The next one, Industrial Development Bank of India, that is IDBI. IDBI which is established in 1964 by government under Industrial Development Act 1964. Okay, 1964ലാണ് Industrial Development Bank of India അണ്ടറിലാണ് ആക്ടിലാണ് IDBI
എസ്റ്റാബ്ലിഷ്ഡ് ചെയ്തു. ദെൻ ഇറ്റ് ഈസ് ഹോളി ഓൺഡ് സബ്സിഡിയറി ഓഫ് ആർ ബി ഐ. ആർ ബി ഐയുടെ സബ്സിഡിയറിയാണ് IDBI. ആർ ബി ഐ എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സബ്സിഡിയറിയാണ് IDBI. ഓക്കെ. In 1976 the ownership of IDBI transferred to Government of India. 1976 IDBIയുടെ ഓണർഷിപ്പ് എങ്ങോട്ട് ട്രാൻസ്ഫർ ആയി? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ ട്രാൻസ്ഫർ ആയി. അതുപോലെ IDBI രജിസ്റ്റേർഡ് അപ്പെക്സ് ഓർഗനൈസേഷൻ ഓഫ് ഫീൽഡ് ഓഫ് ഡെവലപ്മെൻറ്റ് ബാങ്കിങ്. അതായത് ഡെവലപ്മെൻറ്റ് ബാങ്കിങ്ങിൽ ഏറ്റവും അപ്പെക്സ് ഓർഗനൈസേഷൻ ഏറ്റവും ലീഡിങ് ബാങ്കാണ് IDBI ആണ്. ഈ IDBI ആണ് കോർഡിനേറ്ററായിട്ട് എല്ലാ ബാങ്കിനും കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതെല്ലാം IDBI ആണ്. അതായത് IFCIക്കും SFCക്കും ICICIക്കൊക്കെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് IDBI ആണ്. ഇറ്റ് ഈസ് ആക്ട് ആസ് ആൻ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ്. അപ്പം IDBI 1964 IDBI ആക്ട് അനുസരിച്ചിട്ടാണ് വന്നത്. അതുപോലെ ഇറ്റ്സ് ഹോളി ഓൺഡ് സബ്സിഡി ഓഫ് RBI. ആൻഡ് 1976 ഓണർഷിപ്പ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലേക്ക് മാറി. അതുപോലെ ഇറ്റ് ഈസ് considered as the apex organization in the field of development banking and coordinator ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ദെൻ it provides finance to IFCI, SFC and all other banks. Then it is apex institution in the field of industrial finance. Apex institution ആണ് IDBI. Then what are its functions? First one, planning, promoting and developing industries to fill the gaps in industry. അത് മെയിൻലി ന്യൂ പ്രോജക്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്ലാനിങ്ങും പ്രൊമോഷൻ ഡെവലപ്മെൻറ്റ് ഇൻഡസ്ട്രീസ് എല്ലാം ചെയ്യുന്നത് IDBI ആയിരിക്കും. ദെൻ ഇറ്റ് പ്രൊവൈഡ് ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസ് ഫോർ പ്രൊമോഷൻ മാനേജ് ആൻഡ് എക്സ്പാൻഷൻ ഇൻഡസ്ട്രി. ടെക്നിക്കൽ അസിസ്റ്റൻസും അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസ് എല്ലാം അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനോ അല്ലെങ്കിൽ ഇൻഡസ്ട്രി എക്സ്പാൻഷൻ്റെ സമയത്തും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് പ്രൊവൈഡിങ് റീഫിനാൻസിങ് ഫെസിലിറ്റീസ്. IFCIക്കും SFCക്കൊക്കെ റീഫിനാൻസിങ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ദെൻ കോർഡിനേറ്റിംഗ് ആക്ടിവിറ്റീസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇൻഡസ്ട്രിയൽ ഏരിയയിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെ കോർഡിനേഷൻ, ആ ഒരു കോർഡിനേറ്റീവ് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നതാണ് IDBI ആണ് ചെയ്യുന്നത്. ദെൻ പർച്ചേസിങ് ഓർ അണ്ടർ റൈറ്റിംഗ് ഷെയർസ് ഡിബഞ്ചേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ കൺസേൺസ്. ദെൻ ഗ്യാരണ്ടിങ് ഡെഫേർഡ് പേയ്മെൻറ്റ്സ് നമ്മൾ പറഞ്ഞ പോലെ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ദെൻ അണ്ടർടേക്കിംഗ് മാർക്കറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റിസർച്ച്, സർവേസ് നടത്തും, ടെക്നോ എക്കണോമിക് സ്റ്റഡീസ് എല്ലാം നടത്തിയിട്ട് എങ്ങനെയെല്ലാം നമുക്ക് ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് നടത്താം അതിനുള്ള കാര്യങ്ങളെല്ലാം ആര് ചെയ്യും? IDBI ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫങ്ഷൻസ് വരുന്നത്. പ്ലാനിങ്, പ്രൊമോട്ടിംഗ്, ഡെവലപ്പിംഗ് ഇൻഡസ്ട്രി ആക്ടിവിറ്റീസ് ഒക്കെ നടത്തുന്നുണ്ട്. അതുപോലെ ടെക്നിക്കൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. റീഫിനാൻസിങ് ഫെസിലിറ്റീസ്, അതായത് IFCIക്കും SFCക്ക് റീഫിനാൻസിങ് ഫെസിലിറ്റീസ് കൊടുക്കും. കോർഡിനേറ്റിംഗ് ആക്ടിവിറ്റീസ്, അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? IDBI ആണ്. പർച്ചേസിങ് അല്ലെങ്കിൽ അണ്ടർ റൈറ്റിംഗ് ഷെയർസ് ഒക്കെ ചെയ്യും. ഇൻഡസ്ട്രിയൽ കൺസേൺസിന് വേണ്ടി ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യും. ദെൻ മാർക്കറ്റിംഗ് റിസർച്ച് നടത്തും. റിസർച്ച്, സർവേ അല്ലെങ്കിൽ ടെക്നോ എക്കണോമിക് എല്ലാം എന്തിനു വേണ്ടി? ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അതെല്ലാമാണ് IDBI ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് വൺ നമുക്കൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ പഠിക്കുന്ന ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് SIDBI വിച്ച് സ്റ്റാൻഡ്സ് ഫോർ സ്മോൾ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ നമുക്ക് ആ പേരിൽ തന്നെ പറയാൻ പറ്റും. IDBIയുടെ സബ്സിഡിയറിയാണ് SIDBI and it was established in 1989 and it is solely on the subsidiary of IDBI. IDBIയുടെ സബ്സിഡിയറിയാണ് SIDBI. ദെൻ നമ്മൾ പറഞ്ഞു IDBI ഇൻഡസ്ട്രിയൽ കൺസേൺസിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ SIDBI എന്തിനു വേണ്ടിയാണ്? സ്മോൾ ഇൻഡസ്ട്രീസിന് വേണ്ടിയാണ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യണേ. ഓക്കെ. ദെൻ ഇറ്റ് ഈസ് എ പ്രിൻസിപ്പൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ പ്രൊമോഷൻ, ഫിനാൻസിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്മോൾ സ്കെയിൽ സെക്ടർ. അതാണ് SIDBIയുടെ ഒരു പ്രത്യേകത. സ്മോൾ സ്കെയിൽ സെക്ടറിന് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് SIDBI. Then SIDBI has taken over the responsibility of administering small industries development fund and national equity fund from RBI. ഫണ്ട് എങ്ങനെ ചെയ്യുന്നത്? സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ഫണ്ടും അതുപോലെ ഇക്വിറ്റി ഫണ്ട് IDBIയിൽ നിന്ന് കിട്ടുന്ന ഫണ്ടും കൂടി യൂസ് ചെയ്തിട്ടാണ് SIDBI ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ വാട്ട് ആർ ഇറ്റ്സ് ഫങ്ഷൻസ്? SIDBI റീഫിനാൻസസ് ലോൺസ് എക്സ്റ്റെൻഡ് ദ പ്രൈമറി ലെൻഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. മെയിൻലി എന്താ ചെയ്യുന്നത്? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ഫണ്ട് പ്രൊവൈഡ് ചെയ്തിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് SIDBI ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഡിസ്കൗണ്ട്സ് ആൻഡ് റീഡിസ്കൗണ്ട്സ് ബില്ല് ഡിസ്കൗണ്ട് ചെയ്യും, റീഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട്. ബില്ല് മീൻസ് കമേഴ്ഷ്യൽ മീൻസ് നമ്മൾ പറഞ്ഞു ബില്ല് എപ്പോഴും അറൈസ് ചെയ്യണം? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ, കടത്തിന് അല്ലെങ്കിൽ ക്രെഡിറ്റിന് സംഭവങ്ങൾ മേടിക്കുമ്പോഴാണ് ബില്ല് പറഞ്ഞത്. ആ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യും, റീഡിസ്കൗണ്ടും ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ എക്സ്പാൻഡിങ് മാർക്കറ്റിംഗ് ചാനൽസ് ഫോർ ദ പ്രൊഡക്ട്സ് ടു SSC. ദാറ്റ് ഈസ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ഡൊമസ്റ്റിക്കിന് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിന് അവരുടെ മാർക്കറ്റിംഗ് ചാനൽ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഓഫേഴ്സ് സർവീസസ് ലൈക്ക് ഫാക്ടറിങ്, ലീസിങ്. ഫാക്ടറിങ് എന്താ? തേർഡ് പാർട്ടി നമുക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫാക്ടറിങ്, ലീസിങ്, റെൻ്റൽ ബേസിൽ ലോങ് ടൈം നമുക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യും. നമുക്ക് അവരുടെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതല്ല, നമുക്കൊരു അസറ്റ് യൂസ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് ഓണർഷിപ്പ്.
നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. സ്മോൾ സെക്ടറിന് ഫാക്ടറികൾ ലീസിങ് പ്രൊവൈഡ് ചെയ്യും. ദെൻ ഇറ്റ് പ്രൊമോട്ട്സ് എംപ്ലോയ്മെൻറ്റ് ഓറിയൻറ്റഡ് ഇൻഡസ്ട്രീസ്. സെമി അർബൻ ഏരിയസിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടി അങ്ങനെ ഇറ്റ് പ്രൊമോട്ട്സ് എംപ്ലോയ്മെൻറ്റ്. ദെൻ ഇറ്റ് ഓൾസോ ഇനിഷ്യേറ്റ് സ്റ്റെപ്സ് ഫോർ മോഡേണൈസേഷൻ ടെക്നോളജിയിൽ അപ്ഗ്രേഡേഷൻ കറണ്ട് യൂണിറ്റ്സ്. അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ മോഡേണൈസേഷൻ അല്ലെങ്കിൽ ടെക്നോളജിയിൽ അപ്ഗ്രേഡേഷനിലാണ് ചെയ്യുന്നത്, അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യും. ദെൻ ഇറ്റ് എനേബിൾസ് ടൈംലി ഫ്ലോ ഓഫ് ക്രെഡിറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ, ടേം ലോൺസ്. അതായത് വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി അതുപോലെ ടേം ലോൺസും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആരാണ്? സിഡ്ബിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് സിഡ്ബിയിലെ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞത്. മെയിൻ സിഡ്ബി എന്ന് പറയുന്നത് എന്താണ്? IDBയുടെ സബ്സിഡിയറിയാണ്. മെയിൻലി വിച്ച് പ്രൊവൈഡ് ലോൺ ടു സ്മോൾ സ്കെയിൽ സെക്ടറിന് ഫണ്ട് പ്രൊവൈഡ് ചെയ്യണത് സിഡ്ബി. ഓക്കെ.